അനന്തരം ദാവീദ് തന്നോടുകൂടെയുള്ള ജനത്തെ എണ്ണി നോക്കി. അവർക്ക് സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും നിയമിച്ചു. ദാവീദ് ജനത്തിൽ 1/3 പങ്ക് യോവാബിന്റെ കൈ കീഴും 1/3 പങ്ക് സെരൂയയുടെ മകനും യോവാബിന്റെ സഹോദരനുമായ അബീശായുടെ കൈ കീഴും 1/3 പങ്ക് ഗിത്യനായ ഇത്ഥായിയുടെ കൈ കീഴും അയച്ചു. ഞാനും നിങ്ങളോട് കൂടെ വരുമെന്ന് രാജാവ് ജനത്തോട് പറഞ്ഞു. എന്നാൽ ജനം, നീ വരേണ്ട, ഞങ്ങൾ തോറ്റോടി എന്ന് വരികിൽ ഞങ്ങളുടെ കാര്യം ആരും ഗണ്യമാക്കുകയില്ല. ഞങ്ങളിൽ പാതി പേർ പട്ടുപോയി എന്ന് വരികിലും അതാരും ഗണ്യമാക്കുകയില്ല. നീയോ ഞങ്ങളിൽ 10,000 പേർക്ക് തുല്യൻ. ആകയാൽ നീ പട്ടണത്തിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് സഹായം ചെയ്യുന്നത് നല്ലതെന്ന് പറഞ്ഞു. രാജാവ് അവരോട്, നിങ്ങൾക്ക് ഉത്തമമെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ രാജാവ് പടിവാതിൽക്കൽ നിന്ന് ജനമൊക്കെയും 100 1000 പുറപ്പെട്ടു. അബ്ശാലോം കുമാരനോട് എന്നെ ഓർത്ത് കനിവോടെ പെരുമാറുവീൻ എന്ന് രാജാവ് യോവാബിനോടും അബീശായിയോടും ഇത്ഥായിയോടും കൽപ്പിച്ചു. രാജാവ് അധിപതിമാരോടൊക്കെയും അബ്ശാലോമിനെ കുറിച്ച് കൽപ്പിക്കുമ്പോൾ ജനമെല്ലാം കേട്ടു. പിന്നെ ജനം പടനിലത്തേക്ക് ഇസ്രയേലിന്റെ നേരെ പുറപ്പെട്ടു. എഫ്രൈം വനത്തിൽ വെച്ച് പടയുണ്ടായി. ഇസ്രയേൽ ജനം ദാവീദിന്റെ പടയാളികളോട് തോറ്റു. അന്ന് അവിടെ ഒരു മഹാസംഹാരം നടന്നു. 20,000 പേർ പട്ടുപോയി. പടയാദേശത്തെല്ലായിടവും പരന്നു. അന്ന് വാളിനിരയായതിലും അധികം പേർ വനത്തിന് ഇരയായി തീർന്നു. അബ്ശാലോം ദാവീദിന്റെ പടയാളികൾക്ക് എതിർപ്പെട്ടു. അബ്ശാലോം കോവർ കഴുത പുറത്ത് ഓടിച്ചു പോകുമ്പോൾ കോവർ കഴുത കൊമ്പ് തിങ്ങി നിൽക്കുന്ന ഒരു വലിയ കരുവേലകത്തിന് കീഴെത്തി. അവന്റെ തലമുടി കരുവേലകത്തിൽ പിടിപെട്ടിട്ട് അവൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി. അവന്റെ കീഴിൽ നിന്ന് കോവർ കഴുത ഓടിപ്പോയി. ഒരുത്തനത് കണ്ടിട്ട്, അബ്ശാലോം ഒരു കരുവേലകത്തിൽ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോവാബിനോട് അറിയിച്ചു. യോവാബ് തന്നെ അറിയിച്ചവനോട്, നീ അവനെ കണ്ടിട്ട് അവിടെ വെച്ച് തന്നെ വെട്ടിക്കളയാഞ്ഞതെന്ത്? ഞാൻ നിനക്ക് 10 ശേക്കൽ വെള്ളിയും ഒരു അരക്കച്ചയും തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അവൻ യോവാബിനോട് പറഞ്ഞത്, 1000 ശേക്കൽ വെള്ളി എനിക്ക് തന്നാലും ഞാൻ രാജകുമാരന്റെ നേരെ കൈനീട്ടുകയില്ല. അബ്ശാലോം കുമാരനെ ആരും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് രാജാവ് നിന്നോടും അബീശായിയോടും ഇത്ഥായിയോടും ഞങ്ങൾ കേൾക്കുകയല്ലോ കൽപ്പിച്ചത്. അല്ല, ഞാൻ അവന്റെ പ്രാണനെ ദ്രോഹിച്ചിരുന്നെങ്കിൽ രാജാവിനൊന്നും മറവായിരിക്കില്ലല്ലോ. നീ തന്നെ എന്നോട് അകന്നു നിൽക്കുമായിരുന്നു. എന്നാൽ യോവാബ്, ഞാനിങ്ങനെ നിന്നോട് സംസാരിച്ച് നേരം കളയുകയില്ല എന്ന് പറഞ്ഞ് 3 കുന്തം കയ്യിലെടുത്ത് അബ്ശാലോം കരുവേലകത്തിൻ ജീവനോടെ തൂങ്ങിക്കിടക്കുമ്പോൾ തന്നെ അവയെ അവന്റെ നെഞ്ചിനകത്ത് കുത്തിക്കടത്തി. യോവാബിന്റെ ആയുധവാഹന്മാരായ 10 ബാല്യക്കാർ വളഞ്ഞു നിന്ന് അബ്ശാലോമിനെ അടിച്ചു കൊന്നു. പിന്നെ യോവാബ് കാഹളമൂതി. യോവാബ് ജനത്തെ വിലക്കിയതുകൊണ്ട് അവർ ഇസ്രയേലിനെ പിന്തുടരുന്നത് വിട്ടു മടങ്ങി. അബ്ശാലോമിനെ അവർ എടുത്ത് വനത്തിലൊരു വലിയ കുഴിയിലിട്ടു. അവന്റെ മേൽ ഏറ്റവും വലിയൊരു കൽക്കൂമ്പാരം കൂട്ടി. ഇസ്രയേലൊക്കെയും താന്താന്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. അബ്ശാലോം ജീവനോടിരുന്ന സമയം, എന്റെ പേര് നിലനിർത്തേണ്ടതിന് എനിക്ക് മകനില്ലല്ലോ എന്ന് പറഞ്ഞു. രാജാവിൻ താഴ്വരയിലെ തൂണെടുത്ത് നാട്ടി അതിന് തന്റെ പേര് വിളിച്ചിരുന്നു. അതിനിന്നുവരെ അബ്ശാലോമിന്റെ ജ്ഞാപക സ്തംഭം എന്ന് പറഞ്ഞു വരുന്നു. അനന്തരം സാദോക്കിന്റെ മകനായ അഹീമാസ് ഞാൻ ഓടിച്ചെന്ന് രാജാവിനോട്, യഹോവ അവനു വേണ്ടി ശത്രുക്കളോട് പ്രതികാരം ചെയ്തിരിക്കുന്ന സദ്വർത്തമാനം അറിയിക്കട്ടെ എന്ന് പറഞ്ഞു. യോവാബ് അവനോട്, നീ ഇന്ന് സദ്വർത്തമാന ദൂതനാകുകയില്ല. ഇനിയൊരു ദിവസം സദ്വർത്തമാനം കൊണ്ടുപോകാം. രാജകുമാരൻ മരിച്ചിരിക്കൊണ്ട് നീ ഇന്ന് സദ്വർത്തമാന ദൂതനാകുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ യോവാബ് കൂശ്യനോട്, നീ കണ്ടത് രാജാവിനെ ചെന്ന് അറിയിക്കുക എന്ന് പറഞ്ഞു. കൂശ്യൻ യോവാബിനെ വണങ്ങി ഓടി. സാദോക്കിന്റെ മകനായ അഹീമാസ് പിന്നെ യോവാബിനോട്, ഏതായാലും ഞാനും കൂശ്യന്റെ പിന്നാലെ ഓടട്ടെ എന്ന് പറഞ്ഞു. അതിന് യോവാബ്, എൻ്റെ മകനെ നീ എന്തിനോടുന്നു? നിനക്ക് പ്രതിഫലം കിട്ടുകയില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ പിന്നെയും, ഏതായാലും ഞാൻ ഓടും എന്ന് പറഞ്ഞതിന്, എന്നാൽ ഓടിക്കൊള്ളുക എന്നവൻ പറഞ്ഞു. അങ്ങനെ അഹീമാസ് സമഭൂമി വഴിയായി ഓടി കൂശ്യനെ കടന്നുപോയി. എന്നാൽ ദാവീദ് 2 പടിവാതിലിനും മധ്യേയിരിക്കുകയായിരുന്നു. കാവൽക്കാരൻ പടിവാതിലിന് മീതെ മതിലിന്റെ മുകളിൽ കയറി തല ഉയർത്തി നോക്കി ഒരുത്തൻ തനിച്ച് ഓടി വരുന്നത് കണ്ടു. കാവൽക്കാരൻ രാജാവിനോട് വിളിച്ചറിയിച്ചു. അവൻ ഏകനെങ്കിൽ സദ്വർത്തമാനം കൊണ്ടാകുന്നു വരുന്നതെന്ന് രാജാവ് പറഞ്ഞു. അവൻ നടന്നടുത്തു. പിന്നെ കാവൽക്കാരൻ മറ്റൊരുത്തനോടി വരുന്നത് കണ്ടു. കാവൽക്കാരൻ വാതിൽ കാക്കുന്നവനോട്, ഇതാ പിന്നെയും ഒരാൾ തനിച്ചോടി വരുന്നുവെന്ന് വിളിച്ചു പറഞ്ഞു. അവനും സദ്വർത്തമാന ദൂതനാകുന്നുവെന്ന് രാജാവ് പറഞ്ഞു. ഒന്നാമത്തവന്റെ ഓട്ടം സാദോക്കിന്റെ മകനായ അഹീമാസിന്റെ ഓട്ടം പോലെ എനിക്ക് തോന്നുന്നുവെന്ന് കാവൽക്കാരൻ പറഞ്ഞു. അതിന് രാജാവ്, അവൻ നല്ലവൻ, നല്ല വർത്തമാനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അഹീമാസ് രാജാവിനോട് ശുഭം ശുഭം എന്ന് വിളിച്ചു പറഞ്ഞു. രാജാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യജമാനായ രാജാവിന്റെ നേരെ കൈയൊങ്ങിയവരെ ഏൽപ്പിച്ചു തന്ന നിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവനെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ്, അബ്ശാലോം കുമാരൻ സുഖമായിരിക്കുന്നുവെന്ന് ചോദിച്ചു. അതിന് അഹീമാസ്, യോവാബ് രാജാവിന്റെ ഭൃത്യനെയും അടിയനെയും അയക്കുമ്പോൾ വലിയൊരു കലഹം കണ്ടു. എന്നാൽ അതെന്തെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. നീ അവിടെ മാറി നിൽക്കുക എന്ന് രാജാവ് പറഞ്ഞു. അവൻ മാറി നിന്നു. ഉടനെ കൂശ്യൻ വന്നു. യജമാനായ രാജാവിന് ഇതാ നല്ല വർത്തമാനം. നിന്നോട് എതിർത്ത എല്ലാവരോടും യഹോവ നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്തിരിക്കുന്നു എന്ന് കൂശ്യൻ പറഞ്ഞു.
അപ്പോൾ രാജാവ് കൂശ്യനോട് അബ്ശാലോം കുമാരൻ സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് കൂശ്യൻ, യജമാനായ രാജാവിന്റെ ശത്രുക്കളും നിന്നോട് ദോഷം ചെയ്യുവാൻ എഴുന്നേൽക്കുന്ന എല്ലാവരും ആ കുമാരനെ പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. ഉടനെ രാജാവ് നടുങ്ങി പടിപ്പുരമാളികയിൽ കയറി, എൻ്റെ മകനെ അബ്ശാലോമേ, എൻ്റെ മകനെ, എൻ്റെ മകനെ അബ്ശാലോമേ, ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അബ്ശാലോമേ, എൻ്റെ മകനെ, എൻ്റെ മകനെ എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞും കൊണ്ട് നടന്നു.